മഴയൊക്കെ ആയത് കാരണം മീനിനൊക്കെ ഇപ്പോൾ പൊന്നിൻ്റെ വിലയാണ്. അപ്പോഴാണ് ഇതാ ചേച്ചി ചെമ്മീനും പൊക്കി പിടിച്ച് വന്നിരിക്കുന്നത് എന്നല്ലേ. എന്തേലും മീൻ കിട്ടുമോ, ഡാം ഫിഷെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി പോയപ്പോതാ ഇതുപോലെയുള്ള നല്ല സുന്ദരം ചെമ്മീൻ കണ്ടാൽ എങ്ങനെയാണ് വാങ്ങിക്കാതിരിക്കുന്നത്. കയ്യോടെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് വെട്ടി ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തു. ഇനി ഇതിലേക്ക് കൂട്ടാൻ വേണ്ടത് കറിവേപ്പില, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി അത്യാവശ്യം കൂടുതലിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലും വെച്ച് ഞാൻ തിരിച്ചെടുത്തു. ഇനി നമുക്ക് ചട്ടി വെച്ച് വെളിച്ചെണ്ണയിൽ ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് പൊരിച്ചെടുക്കാം കേട്ടോ. സ്റ്റൗ കത്തിക്കാൻ ഞാൻ കാണിക്കുന്ന അഭ്യാസം കണ്ടിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇതിനെന്താ പേരെന്ന് എനിക്കറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം. ഇതെനിക്ക് തന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് കേട്ടോ. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഐറ്റം. എൻ്റെ അടുക്കളയിലെ ദയനീയാവസ്ഥ കണ്ടിട്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ എനിക്ക് ഈ ഗിഫ്റ്റ് പുള്ളിക്കാരി തന്നത്. എന്തൊക്കെ പറഞ്ഞാൽ എന്താടോ, ഇതൊരു കിടിലൻ ഐറ്റമാണ് കേട്ടോ. നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ചാർജ് ഫില്ലായത് ആ 4 ഡോട്ട്സ് നല്ല ബ്ലൂ കളറായിട്ട് തിളങ്ങി നിൽക്കും. ഇപ്പോൾ ചാർജ് ലോ ആണ്. എനിവേ നമുക്ക് ചെമ്മീനിലേക്ക് വരാം. അങ്ങനെ ഞാൻ എൻ്റെ ചട്ടി ചൂടായി ചെമ്മീനുകളെല്ലാം അതിലേക്ക് പെറുക്കിയിട്ടു. എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് വറുത്തെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. അടച്ച് വെച്ച് വറുത്തെടുക്കുക. അതാവുമ്പോൾ ഒത്തിരി വെളിച്ചെണ്ണ ആവശ്യമില്ല. എൻ്റെ പൊന്നടാ, ഇതെല്ലാം കൂടെ വറുത്ത ആ ചോറിൻ്റെ കൂടെ തിന്നുമ്പോഴൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. പിന്നെ ഞാനിവിടെ നല്ല ചെമ്മീനാണെങ്കിൽ അതിൻ്റെ തല അങ്ങനെ കളയാറില്ല കേട്ടോ. സത്യം പറയട്ടെ, തല വെച്ച് നിങ്ങളൊന്ന് വറുത്ത് നോക്കൂ, അപ്പം അറിയാം അതിൻ്റെ രുചി. ഈ ചെമ്മീൻ തല കളഞ്ഞ് ഉപയോഗിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു, നിങ്ങൾ ചെയ്യുന്ന വൻ നഷ്ടമാണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് ആ തല കഴിക്കുന്നവർക്കെങ്കിലും ഒന്ന് കൊടുക്ക്. അപ്പം ഇങ്ങനെ ഇന്നത്തെ ചെമ്മീൻ വീഡിയോ ഇഷ്ടമായോ? അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇച്ചിരി ചെമ്മീൻ ഒപ്പിച്ച് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു കിഡിലൻ ചെമ്മീൻ ഫ്രൈ തന്നെയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ചെമ്മീനൊക്കെ ഇവിടെ റെഡിയായി. ഞാനിതാ നല്ല കുത്തരി ചോറും അതിൻ്റെ കൂടെ നല്ല മോരുകറിയും ബീട്രൂട്ട് തോരനും ഒക്കെ കൂട്ടി അടിക്കാൻ പോവാണേ. എനിവേ ബൈ ബൈ.